വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിളിക്കൂടാണ്. ഒരു PVC പൈപ്പ് ഒക്കെ വെച്ചിട്ടൊരു കിളിക്കൂട്. അപ്പോൾ മുമ്പ് നമ്മൾ ചാനലിൽ ഒരു കിളിക്കൂടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിളിക്കൂട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി എൽബോയും അതുപോലെ തന്നെ ടീ ജോയിൻ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലത്തെ 3 വേൾബ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു സംഭവം മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ കിട്ടാനില്ല, എവിടെയും കിട്ടാനില്ല, കുറേ അന്വേഷിച്ച്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ 3 വേൾബ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഈ കിളിക്കൂടിൻ്റെ ബാക്കി കാര്യങ്ങളാണെന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ 3 വേൾബ് ഉണ്ടാക്കാനായിട്ട് 3/4 ഇഞ്ചിൻ്റെ ഇതുപോലത്തെ ഒരു എൽബോയും അതുപോലെ തന്നെ ഒരു സോക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സോക്കറ്റ് നമ്മുടെ എൽബോയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു സോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അതായത് ആ എൽബോയുടെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കറക്റ്റായി ഇറങ്ങിയിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോക്കറ്റിൻ്റെ മുകളിൽ നമ്മൾ കട്ടിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സോക്കറ്റ് എൽബോയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പശ തേച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോക്കറ്റ് ഇപ്പോൾ എൽബോയമേ ശരിക്കും ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ഊരിപ്പോരോ അതോ പൊട്ടിപ്പോരോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടൈൽസും ഇതൊന്നും ഇങ്ങനെ അടിച്ച് നോക്കാം, അത് ഊരി പോരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുവരെ ഊരിനൊന്നുമില്ല, നല്ല പവറിൽ തന്നെയാണ് ഇത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കിൻ്റെ പശ ആയതുകൊണ്ട് തന്നെ ഈ PVC തമ്മിലായതുകൊണ്ട് നല്ല പവറിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നിലത്തോട്ടൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ സംഭവം നല്ല പവറിൽ തന്നെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ധൈര്യമായിട്ട് ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല പവറിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 8 3 വേൾബ് ഇപ്പോൾ നമ്മൾ കൂടുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 32 ഇഞ്ചിൻ്റെ ഒരു 12 പീസ് 3/4 ഇഞ്ച് പൈപ്പ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട് സമചതുരത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളൊരു 3 വേൾബ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ആ എൽബോ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്തും ഇതുപോലൊരു പൈപ്പ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. പൈപ്പ് ഇതുപോലെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സോക്കറ്റ് ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്താണ്ട് ഒരു സ്ക്വയർ രൂപത്തിൽ ആക്കിയെടുക്കണത്. അപ്പോൾ നമ്മൾ 4 ഭാഗത്തും പൈപ്പ് സെറ്റ് ചെയ്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫ്രെയിം കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ചെയ്ത് ഒരു ഫ്രെയിം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 2 ഫ്രെയിം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ സോക്കറ്റിന് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു പൈപ്പ് ഒന്ന് ഉയർത്തി കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ 4 ഭാഗത്തും ഓരോ പൈപ്പ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ പൈപ്പും ഇപ്പോൾ ആ ഒരു സോക്കറ്റിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ രണ്ടാമത് ഉണ്ടാക്കിയ ആ ഒരു ഫ്രെയിം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു സോക്കറ്റിലും കൂടി ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ ആ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളെ ഒരു ഫ്രെയിമിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 3 വേൾബ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഫ്രെയിം കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ, സ്ക്വയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ PVC പൈപ്പ് ഒട്ടിക്കണ ആ ഒരു പശ വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് അതിലൊക്കെ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെല്ലാ ജോയിൻറ്റും പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിനുള്ളൊരു ഫ്രെയിമും കൂടി ഉണ്ടാക്കിയെടുക്കണം.
അതിനായിട്ട് നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു 13 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കണം. രണ്ട് ഭാഗത്തും പൈപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ടീ ജോയിൻറ്റ് വെച്ചിട്ടാണ് അവിടെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ടീ ജോയിൻറ്റിൻ്റെ ഒരു ഭാഗം കൂടി മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം. ഈ ടീയുടെ ഒരു ചെറിയ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഈ ഒരു ഫ്രെയിമിൻ്റെ അളവ് മൊത്തത്തിൽ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞത്. അതിനുശേഷം കട്ട് ചെയ്ത രണ്ട് ഭാഗത്തും ഓരോ ടീ ജോയിൻ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ രണ്ട് ഭാഗത്തും ഇപ്പോൾ ടീ ജോയിൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടീ ജോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പൈപ്പ് ഇട്ട് കൊടുക്കണം സെൻറ്ററിലായിട്ട്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഭാഗത്തെ ഫ്രെയിം ഇപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 12 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. മറ്റേ പൈപ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഡോറിനുള്ളൊരു ഫ്രെയിം ആട്ടോ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു കട്ടിങ് നമ്മൾ പശ വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് പൈപ്പിലേക്കും ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാട്ടോ ചെയ്യണത്. അതിനാണ് നമ്മളിവിടെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നമ്മൾ ഇപ്പോൾ ഒരു പൈപ്പിൻ്റെ പീസ് നമ്മൾ വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 10 ഇഞ്ച് ഗ്യാപ്പിലാട്ടെ നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ രണ്ട് ഹോൾ ഇട്ടിരുന്നു അതിൻ്റെ രണ്ട് ഭാഗത്തും. അപ്പോൾ ആ ഒരു ഹോളിൽ കേബിൾ ടൈ ഇതുപോലെ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സാധാരണ ടീ ജോയിൻ്റ് ഉപയോഗിച്ചിട്ടാട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കാറ്. പക്ഷേ ഈ ടീ ജോയിൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡോറിന് ചെറിയ ഗ്യാപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ടീ ജോയിൻ്റ് നമ്മളെ ഈ ഒരു പൈപ്പിലേറെ കുറച്ച് വണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പൈപ്പിൻ്റെ ആ ഒരു മൂലഭാഗങ്ങളിൽ ചെറിയ ഗ്യാപ്പ്, വാതിലിന് ചെറിയ ഗ്യാപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂടിൻ്റെ അടിഭാഗം വരുന്നിടത്ത് ഇതുപോലൊരു പൈപ്പും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പൈപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചതിന് ശേഷം കേബിൾ ടൈ ഇട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 3 അടിയുടെ പച്ച നെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 32 ഇഞ്ചാണ്. ഈ ഒരു നെറ്റിന് 36 ഇഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 ഇഞ്ച് നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ നെറ്റിന് നല്ലൊരു പിടുത്തവും കിട്ടും കേട്ടോ. നമ്മളിവിടെ സൈഡിലെ 4 ഭാഗത്തേക്കട്ടോ ആദ്യം നെറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുവരാണ് ചെയ്യുന്നത്. പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഇതുപോലെ കേബിൾ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ 4 ഭാഗത്ത് ഇപ്പോൾ നെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കൂടി ഒന്ന് നെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഇപ്പോൾ നെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇടുന്ന വീഡിയോ ഞാൻ അധികം എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നു കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നെറ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ നെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കേട്ടോ ചെയ്യണത്. അതിനുശേഷം നമ്മൾ മൊത്തത്തിലൊന്ന് കേബിൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കമ്പും അതുപോലെ തന്നെ കുടങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പുകൾ അതുപോലെ തന്നെ കുടമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് നെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ ഇപ്പോൾ നെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂടിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും കേബിൾ ടൈറ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കേബിൾ ടൈ അധികം അടുപ്പിച്ചൊന്നുമല്ല കേട്ടോ കൊടുക്കുന്നത്. ഒരു ഫ്രെയിമിൽ ഒരു 4 പീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അധികം അടുപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ നെറ്റ് മടക്കി വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പിടുത്തം തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 4 പീസൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ കേബിൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കൂടിനുള്ള വാതിലും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. വാതിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കവർ ചെയ്തതിന് നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒരു ഹോളാക്കി എടുക്കുക. അതിനുശേഷം ഈ ഒരു നെറ്റ് ഇതുപോലെ ആ ഒരു ഫ്രെയിമിലേക്ക് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ വാതിൽ വെക്കാനുള്ള ഹോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വാതിലിനുള്ള ഫ്രെയിം കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 എൽബോ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രെയിം നമ്മുടെ ഒരു നെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ നെറ്റിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അതിന് ശേഷം നമ്മുടെ ഒരു കേബിൾ ടൈ ഇട്ട് ടൈറ്റ് ആക്കട്ടെ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ വാതിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇറക്കി വെച്ചിട്ട് വിജാഗുരിയൊക്കെ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വാതിൽ മുകളിലേക്ക് തുറക്കുന്ന രീതിയിലാട്ടോ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സാധാരണ സൈഡിലേക്കാണ് വാതിലൊക്കെ വെക്കാറ്, പക്ഷേ നമ്മളിത് മുകളിലേക്കാണ് തുറക്കണത്. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ഒരു കൂടിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട് 3 വാൽവ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പണി തീർക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ജോയിൻറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു കൂടിൻ്റെ സൈസ് നമ്മളൊരു ഐഡിയക്ക് വെച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. സമചതുരം തന്നെ ആകണമെന്നില്ല, നമ്മളൊരു ഐഡിയക്ക് വെച്ചിട്ട് എങ്ങനെ വെച്ചാൽ ചെയ്താൽ മതി. നമ്മൾ ഈ കൂടിൽ ചെറിയ കിളികളാട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കൂട് മതി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഡോറിൻ്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഡോറ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ തീറ്റപാത്രം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പാത്രം കൊള്ളണ രീതിയിലുള്ളൊരു ഡോറാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല, അധികം കൂടുതലാകാതിരിക്കാൻ നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കിളികളെ പിടിക്കണ ഒരു അവസരത്തിൽ നമ്മളെ തല അതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളണ രീതിയിലുള്ളൊരു ഡോറും കൂടി സെറ്റ് ചെയ്യണം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.